ആതിര പോയപ്പം അനുമോൾക്കെതിരെയുള്ള ബോംബ് പൊട്ടിക്കാതെ പോയതിലുള്ള വിഷമത്തിലാണ് ചേച്ചിമാരെല്ലാം കൂടെ വട്ടമേശ സമ്മേളനം കൂടിയിരിക്കുന്നത്. ആതിര പോയതിൻ്റെ വിഷമം അവിടെ എന്തായാലും നൂറയ്ക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വളരെ ജോളിയായിട്ട് എന്തുകൊണ്ട് അനുമോൾക്കെതിരെയുള്ള ഒരു ബോംബ് പൊട്ടിച്ചില്ല എന്നുള്ള വിഷമത്തെക്കുറിച്ചാണ് അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നത്. നമ്മുടെ ബിന്നി പറയുന്നുണ്ട്, ഇവിടെ PR എല്ലാവർക്കും ഉണ്ട്. അപ്പം PR ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം PR കൊണ്ട് ജയിച്ചു എന്നല്ല, ഏറ്റവും കൂടുതൽ PR അല്ലെങ്കിൽ സ്ട്രോങ് PR അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തത് ആരാണ്, അവർ ജയിക്കും എന്നതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ അനുമോളല്ലേ, ഇപ്പോൾ അനുമോളുടെ PR തന്നെയായിരുന്നു ശൈത്യയ്ക്കും അപ്പാനിക്കും ഒക്കെ. അവർ ഔട്ടായി, പക്ഷേ അനുമോൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ പൈസ അനുമോൾ കൂടുതൽ കൊടുത്തു, അതുകൊണ്ട് അനുമോൾ ഇവിടെ നിൽക്കുന്നു. എല്ലാത്തിനും കാരണം ബിഗ് ബോസ് ആ ടോപ്പ് 7 ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആദില അതിനകത്ത് മാനിപ്പുലേറ്റ് ആയി പോത്തില്ലായിരുന്നു. ആദില ഔട്ടാകുമോ എന്ന് പേടിച്ചിട്ട് ഓടി നടന്ന് ബാക്കിയുള്ള എല്ലാവരോടും അനുമോൾ പറഞ്ഞെന്നും പറഞ്ഞു കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, അല്ല അതിന് മുൻപ് ഇവരുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമുക്കിത് ചോദിക്കണം, ആദിലെ കൊണ്ട് ചോദിപ്പിക്കണം അനുവിനെ. അനു PR കൊടുത്തിട്ടുള്ള പൈസയെക്കുറിച്ചായിക്കോട്ടെ, PR നമ്പർ ആദിലയുടെ കയ്യിൽ എഴുതി വിട്ടതിനെക്കുറിച്ച് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദിലെ കൊണ്ട് ചോദിപ്പിക്കണം എന്നിവർ പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് ബിഗ് ബോസ് അൺഫോർച്ചുനേറ്റ്ലി ടോപ്പ് 7 ഉണ്ട് എന്ന് അനൗൺസ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് മനസ്സിലായി, ഓക്കെ നമ്മൾ 7 ആൾക്കാർ, നമ്മളിവിടെ ടോപ്പ് 7 ഉണ്ട്, അപ്പം നമ്മൾ ഔട്ടാവത്തില്ല എന്നൊരു കാര്യം ആദിലയ്ക്ക് സ്ട്രൈക്കായി. അപ്പോൾ അങ്ങനെ ആദില പറയാൻ വെച്ചിരുന്ന കാര്യങ്ങൾ അപ്പം ആദിലയുടെ ഡബിൾ സ്റ്റാൻഡ് കൊണ്ട് അപ്പാടെ എടുത്തങ്ങ് വിഴുങ്ങി വെള്ളം കുടിച്ചു. കാരണം നമ്മൾ ഔട്ടാവത്തില്ലല്ലോ, നമ്മളെല്ലാവരും ഇവിടെ ടോപ്പ് 7 എന്ന ഒരു പൊസിഷനിൽ നിൽപ്പുണ്ട്, നമ്മൾ 100 ഡേയ്സ് നിൽക്കും. പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ അനുമോൾക്കെതിരെ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ് വെറുതെ നെഗ് അടിക്കുന്നത് എന്നുള്ള തോട്ട് ആദിലേക്ക് വന്നപ്പം ആദില നൈസായിട്ട് അതങ്ങ് മാറ്റിക്കളിച്ചു. അപ്പം അതിനെക്കുറിച്ചാണ് ശാരികയും സരികയും കൂടി ഇവിടുന്ന് സംസാരിക്കുന്നത്. അതുമാത്രമല്ലടി, ഇവർ ഓൾറെഡി ബിഗ് ബോസിൻ്റെ 3 വീഡിയോ ഇട്ടു ടുഗദറായിട്ടുള്ള കുറേ സീൻസും ലവും ഇവരുടെ ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പം ആദിലയ്ക്ക് പെട്ടെന്ന് തോന്നി ഇത്രേ ഉള്ളൂ അല്ലേ, ഇത് കണ്ടപ്പം ആദില അങ്ങ് മാനിപ്പുലേറ്റ് ആയി, ഇത്രേ ഉള്ളൂ, ഇതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ്, അല്ലാണ്ട് നമ്മൾ ഇതിനു വേണ്ടി ആരും ചതിക്കണ്ട എന്നുള്ള രീതിയിൽ ആദില പിന്നെയും ഡബിൾ സ്റ്റാൻഡേർഡ് എടുത്തു. അപ്പം ഇങ്ങനത്തെ ഉള്ള കുറേ സംഭവങ്ങൾ കാരണം ആദിലയ്ക്ക് അത് പറയാൻ പറ്റിയില്ല. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ആദില പോയി അനുവിനെ കെട്ടിപ്പിടിക്കുന്നു, നൂറ പോയി കെട്ടിപ്പിടിക്കുന്നു, ശൈത്യ പോയി കെട്ടിപ്പിടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ അനുവിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ പുറത്തിറങ്ങി, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത നിങ്ങൾ പറയുമായിരുന്നെങ്കിൽ ഇവിടെ നിന്ന സമയത്ത് ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്നോ പറയണമായിരുന്നു. ഇപ്പം ഇതിനകത്ത് ആദില ഇൻഫ്ലുവൻസ് ആയി, ആദില അതിനകത്ത് തെറ്റിദ്ധരിച്ചു. കാരണം ബിഗ് ബോസ് ടോപ്പ് 7 അനൗൺസ് ചെയ്തപ്പോൾ ആദില അങ്ങ് അതിനകത്ത് തെറ്റിദ്ധരിച്ച് വീണ് പോയി. അപ്പോൾ പിന്നെ ആദില വിചാരിച്ചു ഇനി അതിനെക്കുറിച്ച് പറയണ്ടെന്ന്. ബുദ്ധിയുള്ളവർ ചിന്തിക്കണ്ടേ, ഈ ടോപ്പ് 5 ഉള്ളൂ, ടോപ്പ് 7 ഇല്ലയെന്ന്, അതിലൊക്കെ അത് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞൊരു ശാരികയും സരികയും ബിന്നിയും എല്ലാം കൂടെ സംസാരിക്കാം. അപ്പം നമ്മുടെ ശൈത്യ പറയുന്നുണ്ട്, അതിലെ പോകുന്നതിന് മുന്നേ ഞങ്ങളോട് ചോദിച്ചു അനുമോൾക്കെതിരെ ഉള്ളത് പൊട്ടിക്കട്ടെ എന്ന്. പക്ഷെ ഞാനാ പറഞ്ഞത് വേണ്ട, കാരണം ഇത്ര പ്രശ്നമൊക്കെ ആയിട്ട് ഇരിക്കല്ലേ, ഇനിയൊന്നും പറയണ്ട എന്നുള്ളത് ഞാനാ പറഞ്ഞതെന്ന്. ഉടനെ ഈ സരിക പറയുവാണേ, അനുമോൾ കുറേ പ്രാർത്ഥിച്ച് വല്ല എന്തൊക്കെ പൂജകളൊക്കെ ചെയ്തിട്ട് ആ പറയാനുള്ള ആ നാക്കിനെ തടുത്തതായിരിക്കും ചിലപ്പം എന്നൊക്കെയാണ് ഈ പെണ്ണുമ്പിള്ള അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. എന്തോ പറയാനാ, എന്തായാലും അതിനകത്ത് വീണ് പോയി. അതുകൊണ്ട് ഇവർ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവർ 4 പേരും കൂടെ വിഷമത്തിലിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അപ്പാനി പോയിട്ട് അനുമോളെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അനുമോൾ പോയിട്ടില്ല. എന്തായാലും അനുമോൾ പോകരുത്, ഇനി അതിനകത്ത് പോയി ഒരു ക്ലാരിഫിക്കേഷൻ ഇവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അനുമോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. പിന്നെ ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ മതി. ഇവരുടെ അടുത്ത് ഇനി അത് പോയി പറഞ്ഞു കൊടുത്ത് കുളവാക്കേണ്ട കാര്യമില്ല.